ദുരന്തമേഖലയിലേക്കുള്ള റോഡുകൾ ഇതുവരെയും പുനർനിർമ്മിക്കാനായിട്ടില്ല. പരമാവധി രക്ഷാപ്രവർത്തകരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ദുരന്തമേഖലയിലേക്ക് എത്തിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. PR സുനിലാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ചേരുന്നത്. ഒപ്പം ദൃശ്യങ്ങളുമായി നന്ദു പേരാമ്പ്രയുമുണ്ട്. സുനിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനം ഏത് നിലയ്ക്ക് എത്തിയിരിക്കുന്നു? 190 പേരെ ഇതുവരെ രക്ഷിച്ചു എന്നാണ് ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീത, ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ പേരെയൊക്കെ തന്നെ ഹെലികോപ്റ്റർ മാർഗം ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മേഖലയിലെ തകർന്ന റോഡിന് പരിസരത്താണ്. പക്ഷേ ഇതുവരെയും ഈ റോഡ് പുനർനിർമ്മിക്കാനായിട്ടില്ല. വലിയ വലിയ കല്ലുകൾ ഇറങ്ങി വരുന്നത് കൊണ്ട് അത് പൊട്ടിച്ച് ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള ഈ ഒരു നടപടി വൈകുകയാണ്. നേരത്തെ 5 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു, പക്ഷേ തുറന്നില്ല. ഏതായാലും ഇനി ഒരുപാട് വൈകാൻ സാധ്യതയുണ്ട്. ഇതോടെ ഇവിടെ ഉണ്ടായിരുന്ന NDRF സംഘമൊക്കെ തന്നെ ഇവിടുന്ന് മടങ്ങുകയാണ്. അവരൊക്കെ തന്നെ അവരുടെ വാഹനങ്ങളിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വാപ്പസ് जा रहे इधर से? सर हम हेली से जाएंगे शायद. हेली तो नहीं जा सकते. रोड सर ब्लॉक है पूरा, तो अभी रोड से तो नहीं जा सकते. आगे भी ऐसे 16 किलोमीटर आगे भी मतलब पूरा रोड ब्लॉक है. आप अभी जा रहे हैं? सर अभी उधर ही से आ रहे हैं. വിനീത, ഇതാണ് അപ്പോൾ ഈ റോഡ് മാർഗം പോകാനുള്ള ഒരു നീക്കം ഇവർ ഉപേക്ഷിക്കുകയാണ്. ഇനി ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തിപ്പെടുക മാത്രമാണ് വഴി. അപ്പോൾ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ സർവീസ് ഇന്ന് കാര്യമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം കാര്യമായി മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ വഴി പരമാവധി NDRFന്റെ അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി എത്ര വൈകിയാലും ഏത് പ്രതികൂല കാലാവസ്ഥയുണ്ടായാലും രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഈ NDRFന്റെ സംഘമൊക്കെ തന്നെ അറിയിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തൊട്ട് അടുത്താണ് ഹർസിലെ ഹെലിപാഡിലേക്കാണ് ഈ ഹെലികോപ്റ്റർ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഈ റോഡ് തകർന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹെലിപാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ NDRFന്റെ അടക്കമുള്ള ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നവരെയൊക്കെ തന്നെ എത്രയും വേഗം ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് എത്തിക്കുകയാണ്. 100-ലധികം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഭൂരിഭാഗം പേരെയും പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ മണ്ണൊക്കെ മാറ്റി വലിയ ഒരു ദൌത്യം തന്നെ ഇതിന് വേണ്ടിവരും. അതിനായുള്ള വലിയ പരിശ്രമമാണ് ഏതായാലും പുരോഗമിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഈ മണ്ണൊക്കെ മാറ്റാനുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ യന്ത്രങ്ങൾ എത്തിക്കണമെങ്കിൽ ഈ റോഡ് ശരിയായേ പറ്റൂ. ഏതായാലും BRO വ്യക്തമാക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ്. അതിന്റെ രാത്രിയൊക്കെ വൈകിയും ഈ ഒരു പ്രവർത്തനം തുടരും. അങ്ങനെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവുകയാണെങ്കിൽ തൊട്ടടുത്തൊരു പാലം കൂടി നിർമ്മിക്കാനുണ്ട്. അതിനുള്ള സാമഗ്രികൾ ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തും എന്ന് പറയുന്നു. അപ്പോൾ വേഗത്തിൽ ആ പാലം കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ യന്ത്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് JCB പോലുള്ള യന്ത്രങ്ങളൊക്കെ തന്നെ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. വിനീത, ശരി. PR സുനിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകും. ഉത്തരാഖണ്ഡിൽ നിന്ന് PR സുനിൽ, നന്ദു പേരാമ്പ്രയും അവിടെ തുടരുക തന്നെയാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമെന്നാണ് സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.